രാജ ബെല്ലാരി രാജ എല്ലൂരി ഇവൻ കില്ലാടി ഇവൻ ബെല്ലാരി നാട്ടിലുള്ളവർക്ക് ഇവൻ സ്വന്തമെട ബാക്കിയുള്ളവർക്കെല്ലാം ജ്യേഷ്ഠനട ബാക്കി എല്ലാവരുടെയും സ്വന്തമെട രാജ ബെല്ലാരി. തള്ളേ വല്ലാത്ത മഴ തന്നെ. എന്തരായാലും മഴ നനഞ്ഞത് നന്നായി. ഇനി ഒരാഴ്ചത്തേക്ക് കുളിക്കണ്ടല്ലോ. ആരാണത്? ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന്? തള്ളേ കൊമ്പളിന് മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. എന്തൊരു പെണ്ണായി എന്താറി. ഇനി എന്റെ കാർഡ് നമ്പർ ഇറക്കിയിട്ട് തന്നെ കാര്യം. പോയിൻ പൂച്ചേ, ഇന്നിവിടെ ചേട്ടനുണ്ട്. പോയിട്ട് നാളെ വരും. കട്ടു തിന്നാൻ വന്നിരിക്കുന്നു കണ്ടൻ പൂച്ച. പറഞ്ഞത് കേട്ടില്ലേ പൂച്ചേ, ഇന്നിവിടെ ചേട്ടനുണ്ടെന്ന്. ഓഹോ, നിന്റെ ചേട്ടൻ തന്നെയാണ് ഈ വിളിക്കുന്നത്. വാതിൽ തുറക്കാൻ. അയ്യോ, എന്റെ രാജേട്ടൻ. അപ്പൊ പിന്നെ ഇതാര്? പറയടാ ദ്രോഹി, നീ ആര്? ഓഹോ, ഇത്രയും നേരം എന്നോടൊപ്പം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആരെന്നോ? എന്റെ രാജേട്ട, ഇദ്ദേഹം പറയുന്നത് കല്ല് വെച്ച നുണയാണ്. ഇരുട്ടായതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കണ്ടതുപോലുമില്ല രാജേട്ട. സത്യം പറയടാ, ആരാണ് നീ? അത് ചോദിക്കാൻ നീ ആരടാ? ഓഹോ, അപ്പൊ ഞാൻ ആരാണെന്നറിയണമല്ലേ? പണ്ടൊരു മണിയറവാതിലിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായി കേട്ടത്. നീ ആരാണ്? നിനക്കെന്തറി വേണമെന്ന്? എടാ പേപ്പട്ടി തളയ, അന്ന് നീ മുട്ടിയ മണിയറബാദിൽ ആരുടേതാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയാമടാ, സൈമൺ നാടാറുടെ. ആ സൈമൺ നാടാറാനടാ ഈ ഞാൻ. അന്ന് നീ വാതിലിൽ മുട്ടിയപ്പോൾ എന്റെ ആദ്യ രാത്രി കുളമായി. അതിന് പകരം വീട്ടാൻ വന്നതാടാ ഈ ഞാൻ. സൈമൺ നാടാറാണ് പോലും. സൈമൺ നാടാർ. സൈമൺ നാടാറുടെ മുഖം എനിക്ക് നല്ല പരിചിതമാണ്. നാടാറുടെ മുഖം ഇങ്ങനെയല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, നാടാറാടോന്ന്. നാടാരേ, ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ അങ്ങ് സൈമൺ നാടാരാണെന്ന്. എന്തൊരാൾ മാറാട്ടം. അതാണ് ഈ സൈമൺ നാടാർ. അയ്യോ, ഇവിടെ നിന്ന് എന്റെ സൈമൺ നാടാർ എവിടെ? പറയും, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞോ? സൈമൺ നാടാരെ നിങ്ങൾ കണ്ടോ? ഞാൻ തന്നെയാണ് സൈമൺ നാടാർ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ആൾമാറാട്ടം നടത്തി വീരനാകുന്നു വേട്ടാവളിയ. ഈ മാണിക്യത്തിന് 4 കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം. ഇനിയിപ്പം നിന്നെ പോലുള്ള 2 കാലുള്ള പോത്തുകളോട് ആ പഴക്കം മതിയെങ്കിൽ അങ്ങനെ ആവട്ടെ. മോട കണ്ട ഇടപെടുപെടാ പട്ടി. അശ്ലീലം പറയുന്നോടാ നായേ. നിന്ന് വാചക കസട്ട് നടത്താതെ തമ്മിലടിക്കണടാ സൊറി തവളകളെ. നാടാരെ അടിക്കിൻ. എനിക്ക് അടി വാങ്ങി തരുന്നോടി ദുഷ്ടേ. അതല്ല പറഞ്ഞത്, നാടാരെ അടിക്കിൻ. ഓഹോ, എടാ നിന്നെ നാടിന്ന്. നാടാർ എവിടെ പോയി? ഹലോ മിസ്റ്റർ, ഒരു സംശയം. ഇവിടെ അടികൊണ്ട് വീണ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടു? ഇല്ല, ഞാനാരെയും കണ്ടില്ല. ഒരുത്തൻ ഇതുവഴി ഓടിപ്പോകുന്നതായിട്ട് എനിക്കൊന്ന് തോന്നി. ഓഹോ, അപ്പോ നാടാർ രക്ഷപ്പെട്ടു. അതെ, ഞാൻ രക്ഷപ്പെട്ടു. നാടാറേ, നിന്ന് ചലക്കാതെ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. നിന്റെ വീടോ? പറഞ്ഞു കൊടുക്കടി ഈ വീട് ആരുടേതാണെന്ന്. നാടാരുടേതാണ്. വീട് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ നാടാരുടേതാണെന്ന് തിരിച്ചു ചോദിക്കുന്നു കൂലടെ. സരോജം, എന്താണ്? അപ്പോ നീ എന്നെ സതിക്കുകയായിരുന്നല്ലേ? ഇനി ഉള്ളോളം സമയം പോലും ഞാൻ ഇവിടെ നിൽക്കൂല. രാജേട്ടൻ, ഞാൻ പാട്. ഇനി നീ തീരുമാനിക്കും, നിനക്ക് നാടാർ വേണോ അതോ ഈ രാജൻ വേണോ എന്ന്. രാജേട്ടാ, എന്റെ വീടിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലല്ലോ. ഒരേക്കർ നിറച്ചും വീട. 1 ഏക്കർ നിറച്ചും വീടോ രാജേട്ടാ?
അപ്പോൾ അത് വീടോ അതോ കൊട്ടാരമോ? വീടുമല്ല കൊട്ടാരവുമല്ല, പിന്നെ ലക്ഷം വീട് കോളനി. അയ്യേ, കാളനിയിലേക്കും കീളനിലേക്കും ഒന്നും ഞാനില്ല. എനിക്കെന്റെ സൈമേട്ടൻ മാത്രം മതി. ഓഹോ, അപ്പൊ കാര്യങ്ങൾ ഞാൻ നിരീക്ഷതുപോലെ തന്നെ അല്ലേ? എന്തരായാലും കാമുകനും കാമുകിയും ജായിന്റ് ആയ സ്ഥിതിക്ക് ഓരാ ബാഞ്ചി വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങി. ഇതിന്റെ ഇടയില് നമ്മളില്ലേ, ആന്തരാസ് കൂന്തരാസ് തള്ളേ കല്ലുപ്പ് തീരണില്ലല്ലോ. അതിനിവിടെ കല്ലുപ്പല്ലല്ലോ, പൊടിയുപ്പല്ലേ ഉപയോഗിക്കുന്നത്. ചവളയെ വലിച്ചു കീറി തുപ്പല് തൊട്ടൊരു കൊട്ടടിച്ചു തന്നാലുണ്ടല്ല, കാറിപ്പോടി പിത്ത കാറി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മധുര 17 വിരുന്നുകാരി വിരുന്നുകാരി. എന്തിനാണ് ഈ അസ്ഥാനത്ത് കയറി പാട്ടുകൾ പാടുന്നത്? ഈ സിനിമയിൽ 10-17 പാട്ടില്ലേ സരോജം? 2 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം പാടി തീർക്കണ്ടേ? മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലെ വിരുന്നുകാരാ വിരുന്നുകാരാ. നിർത്തടാ നൃത്തങ്ങൾ. പഞ്ച് ഡയലോഗും പറഞ്ഞ് നീ അങ്ങ് പോയതല്ലേടാ. പിന്നെ എന്തിനടാ ഇങ്ങോട്ട് തിരിച്ചു കയറി വന്നത്? ഞങ്ങളെ ശല്യപ്പെടുത്താൻ? പിന്നെ ശുഭം നിന്റെ അച്ഛൻ വന്ന് കാണിക്കുമോടാ. ദൈവമേ, പട്ടാളത്തിൽ പണ്ട് അടുക്കളപ്പണി ചെയ്തത് കാരണം ഇവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഉള്ള മാനം പോയേനെ. എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ശകുനെ ഞാൻ സ്വന്തമാക്കും, അതുറപ്പാ. ചൂലെങ്കിൽ ചൂല്. അയ്യോ, ഭാർഗവേട്ടൻ ചൂല് കയറുന്ന കാണാൻ എന്ത് രസാ. എനിക്കിഷ്ടായി. ആണാ? എങ്കിൽ ഞാൻ നിർത്തി. ഇനി ശകു ബാക്കി ചെയ്തോ? അയ്യോ അതല്ല, ഭാർഗവേട്ടൻ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വെറും ചൂലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ ഇഷ്ടം പോലെ കൈത്തൊഴിലുകളിലും സുകുമാര കലകളിലും ഞാൻ വളരെ എക്സ്പെർട്ടാണ് ശകു. ഭാർഗവേട്ടന് പറ്റിയ പണി ഇത് തന്നെയാ. ചൂല് കയറി കഴിയുമ്പോ ഈ അരിയിലെ കല്ലും കൂടെ ഒന്ന് പറക്കി തരണേ. എന്താ? അന്നമാണല്ലോ പ്രധാനം. ഇത് ചെയ്യുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കിട്ടോ. പിന്നെ അരിയിലെ കല്ല് കളയുമ്പോ അരി കളയാതെ നോക്കണം കേട്ടോ. എന്റെ പൊന്നു ശകു, നമുക്ക് ആദ്യം ഈ അരി അങ്ങ് കളയാം. ഇതില് മുഴുവൻ കല്ല. ഇത് എവിടെ നിന്ന് വാങ്ങിയ അരിയാ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് അരിയാ. പറഞ്ഞിട്ട് എന്താ കാര്യം? അരിയിലെ കല്ല് നമുക്ക് എങ്ങനെയും പെറുക്കി കളയാം. പക്ഷേ ഈ പാവം പട്ടാളക്കാരന്റെ മനസ്സിലെ കല്ല് ആര് പെറുക്കി കളയും? അതാണോ ഇത്ര വലിയ ആനക്കാര്യം? അത് ഈ ശകു ഏറ്റു. ശകു, ഞാനീ കേൾക്കുന്നത് സത്യമാണോ? സത്യം. അത് നമുക്ക് ഏതെങ്കിലും കരിങ്കൽ കോറിക്കാരെ ഏൽപ്പിക്കാം. ഭാർഗവേട്ടൻ തൽക്കാലം ഈ അരിയിലെ കല്ല് പറക്കാൻ നോക്കും. അമ്മോമായിട്ടൊന്ന് പഞ്ചാരടിക്കാനും സമ്മതിക്കില്ല. വല്ലതും തരണേ അമ്മാ, വിശന്നിട്ട് വയ്യമ്മാ. വല്ലതും തരണേ, വിശന്നിട്ട് വയ്യമ്മാ. അമ്മാ വിശന്നിട്ട് വയ്യമ്മ, വല്ലതും തരണേ. നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ നാശം. ഇവിടെ പിച്ചം കിച്ചൊന്നുമില്ല, പോയേ. പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ, ഇവനെ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാം. ഇടപാടാണ്. എന്താ പറഞ്ഞോട്ടെ പിച്ചക്കാരാ, 100 രൂപയുണ്ട്. ചുമ്മാ ഇരിശകു. പിന്നെ നിങ്ങളെപ്പോലുള്ള നിരാലംബരോട് വളരെയധികം കരുണ കാട്ടുന്ന ഒരു ധീര ജവാനാണ്. മനസ്സിലായോ? സാറ് കോടി പുണ്യം കിട്ടും. ഓട്ടെ ശകു, 100 രൂപ പോയാലെന്താ, ഒരു പുണ്യപ്രവൃത്തിയായില്ലേ? നിനക്ക് ഇതിനു മുമ്പ് ഇത്രയും രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ചില തെണ്ടികൾ ഇതുപോലെ വല്ലപ്പോഴും 10-100 രൂപ തരും. ബാക്കി എല്ലാ തെണ്ടികളും കണക്കാ സാറേ. ഞാൻ തന്നെ ഈ 100 രൂപ കൊണ്ട് നീ സിനിമ കാണാൻ പോവോ, സിഗരറ്റ് വലിക്കോ, കള്ളു കുടിക്കോ ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചു വച്ചോണം. ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയ കാശ എന്റെ സൗകര്യം പോലെ ചെയ്യും. 100 പിച്ചക്കാശ എന്നേരത്തും പ്രസംഗിക്കണം. ഭാർഗവേട്ടൻ ചെയ്ത പുണ്യപ്രവൃത്തി ഏതായാലും നന്നായിട്ടുണ്ട്.